ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായുള്ള പരാമർശത്തിൽ ലീലാവതി ടീച്ചർ നേരിടുന്നത് നിന്ദ്യമായ സൈബർ വേട്ടയെന്ന് ശിഷ്യ സമൂഹം. ടീച്ചറെയും മലയാളത്തെയും സ്നേഹിക്കുന്നവർക്ക് കണ്ടു നിൽക്കാനാവില്ല. ടീച്ചർക്ക് പ്രതിരോധം തീർക്കുമെന്ന് മഹാരാജാസ് കോളേജ് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ലീലാവതി ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബുവും പറയുന്നു. ഈ പ്രതികരണങ്ങൾ രണ്ട് തട്ടിൽ നിന്നും നിലവിൽ വന്നിരിക്കുകയാണ്. പ്രതികരണം കാണാം. ലീലാവതി ടീച്ചറുടെ കമന്റ് ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതിനോടുള്ള പ്രതികരണമായിട്ട് നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൻ്റെ അമ്മ സ്വന്തം അമ്മയെ ചീത്ത പറയുന്ന മക്കളുള്ള ഒരു കാലഘട്ടത്തിൽ ലീലാവതി ടീച്ചറിനെ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം അത് അംഗീകരിച്ച് തരികയില്ല. ആ പറയുന്നവർ ഓരോരുത്തരും അതിന് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും. ആ പ്രതിരോധത്തിലാണ് പതിനായിരക്കണക്കിനായ മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. ഇവിടെ മാത്രമല്ല, ഈ ലോകമെമ്പാടുമുള്ള ടീച്ചറിൻ്റെ ശിഷ്യന്മാരെല്ലാം ടീച്ചർക്ക് ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ടീച്ചർക്കൊപ്പമുണ്ട്. സജോ ദേവസി ചേരുന്നു വിശദാംശങ്ങളുമായി. സജോ, ഈ ഹിന്ദുത്വ സംഘടനകളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന മുതിർന്ന പല ആളുകളും ഈ സമൂഹ മാധ്യമങ്ങളിൽ ലീലാവതി ടീച്ചർക്കെതിരായി വിഷം വമിക്കുന്നത് ഈ ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? മറ്റൊന്ന്, ഈ സൈബർ ആക്രമണങ്ങൾക്കെല്ലാം എതിരായി ശിഷ്യ സമൂഹം തന്നെ രംഗത്ത് വരികയാണോ? അവർ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്? റോഷ്നി, ആദ്യം ഈ സൈബർ ആക്രമണത്തിലെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാര സംഘടനകളുടെ നിലപാട് തന്നെ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഈ ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതായത്, ഈ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, മറ്റൊന്നും പറയാനില്ല, സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതായത്, മലയാളത്തെ സംബന്ധിച്ച് മലയാള സാംസ്കാരിക രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ ഈ കാലയളവിൽ നൽകാൻ കഴിഞ്ഞ മഹത് വ്യക്തിത്വമാണ് ലീലാവതി ടീച്ചറിൻ്റേത് എന്നറിയാം. വലിയ ശിഷ്യസമ്പത്തുള്ള അധ്യാപക എന്ന നിലയ്ക്ക് സാഹിത്യരംഗത്ത് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്നു തുടങ്ങി മലയാളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തിന് ലീലാവതി ടീച്ചർ ആരാണ് എന്നതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. അത്തരം ഒരാൾ ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ച് വേദനിക്കുകയോ വേവലാതിപ്പെടുകയോ ചെയ്യുക എന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വേദനകളിൽ പക്ഷം ചേരുക എന്ന ഒരു മാനവിക ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പേരിൽ വന്ധ്യവയോധികയായ ലീലാവതി ടീച്ചർ വലിയ സൈബർ ആക്രമണം നേരിടുന്നു. ആ വിഷയത്തെ സ്വാഭാവികമായും വിവിധ സംഘപരിവാർ അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ കാസ പോലുള്ള സംഘടനകൾ എന്നിവരൊക്കെയാണ് കടുത്ത വിമർശനവും അധിക്ഷേപവും ഒക്കെ അവർക്ക് നേരെ ചൊരിയുന്നത്. അതിനെ ഏതായാലും ഔദ്യോഗികമായി ഓൺ ചെയ്യാൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറാകുന്നില്ല. സൈബർ ഇടത്തിൽ നടക്കുന്ന ചില വിമർശനങ്ങൾ, അതിൽ ഞങ്ങൾ എന്തു പറയാൻ എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പരസ്യമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി അവരുടെ നിലപാട് അതാണ്. അതേസമയം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പോലെ ടീച്ചറുടെ വലിയ ശിഷ്യസമ്പത്തുണ്ട്. അവർ പറയുന്നത് നിന്ദ്യമായ സൈബർ ആക്രമണം അവരുടെ പ്രായത്തെ പരിഗണിക്കാതെ, ഒരു നൂറ്റാണ്ടോടടുക്കുന്ന ജീവിതമാണ് അവരുടെ, അതുപോലും പരിഗണിക്കാതെ പുതിയ കാലത്തിൻ്റെ വിവിധങ്ങളായ വിഭജന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ വിഷമമിപ്പിക്കുന്ന രാഷ്ട്രീയത്തെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നവർ നടത്തുന്ന നിന്ദ്യമായ അതിക്രമമാണ്. അത് മലയാളത്തിന് കണ്ടു നിൽക്കാനാവില്ല. മതനിരപേക്ഷ മനസ്സുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിരോധിക്കും ഈ വിഷയത്തെ സൈബർ ഇടത്തിലടക്കം. അതല്ലാതെ വേണമെങ്കിൽ അങ്ങനെ അതിൽ കൃത്യമായ ജനാധിപത്യ മാർഗത്തിൽ അതിന് പ്രതിരോധമൊരുക്കും എന്ന് അവരും പറയുകയാണ്. സ്വാഭാവികമായും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ വേദനയെക്കുറിച്ച് തന്നെയാണ്. അത് ഗസയിലായാലും മറ്റെവിടെയാണെങ്കിലും കുഞ്ഞുങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യരുടെ അവകാശങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ നിഷേധിക്കപ്പെടുന്ന എല്ലായിടത്തും ആ കാര്യത്തിൽ ഒരു നിലപാട് തന്നെയാണ്. ആ വിഷയത്തിൽ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അവരുടെ നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം സംഘപരിവാർ അത് ഔദ്യോഗികമായി ഓൺ ചെയ്യുന്നില്ല എന്ന കാര്യം കൂടിയുണ്ട്. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സജോ പറഞ്ഞതുപോലെ ഈ സൈബർ ആക്രമണങ്ങളുടെ ഒരു തുടർച്ച സൃഷ്ടിക്കാനോ അത് ഏറ്റുപിടിക്കാനോ ഹിന്ദു ഐക്യവേദി തയ്യാറാവുന്നില്ലെങ്കിലും ഈ നടക്കുന്ന ആക്രമണങ്ങളെ അവർ തള്ളിപ്പറയുന്നുമില്ല. അതാണ് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. മറുപുറത്ത് ലീലാവതി ടീച്ചറുടെ ശിഷ്യരടക്കം മഹാരാജാസ് കോളേജിലെ ശിഷ്യഗണങ്ങളടക്കം ഇതിൽ പ്രതിഷേധിക്കുകയാണ്. പ്രതിരോധം തീർക്കുമെന്ന് നമ്മളോട് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക്